നമ്മളിന്ന് ഉണ്ടാക്കിയ എഗ് ബട്ടർ ഗാർലിക്കാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ? അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ചാനൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം അല്ലേ? അപ്പോൾ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടോ. വാ, രസമില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഓക്കെ, ബട്ടർ ഗാർലിക് കേക്ക്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്. ഓക്കെ, കോഴിമുട്ടയുണ്ട്, 15 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇടിച്ച് ചതച്ച മുളക്, ഓക്കെ, പിന്നെ കുരുമുളക് പൊടി, ഓക്കെ, ബട്ടർ ഉണ്ട്, ഓക്കെ, മെയിൻ ഐറ്റം. പിന്നെ ഇവിടെ ക്യാപ്സിക്കം ഉണ്ട്, ക്യാപ്സിക്കം ഹാഫ് മതി, ഓക്കെ, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ അല്ലേ? കാര്യങ്ങളുണ്ട്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഇന്നൊരു കിടിലൻ ഡിഷ്, അതായത് നമ്മുടെ ബട്ടർ ഗാർലിക് എഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ ഗൈസ്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കോഴിമുട്ടേനെ പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. 6 കോഴിമുട്ടയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വെളുത്തുള്ളി ചതയ്ക്കുന്നുണ്ട്. അപ്പം കോഴിമുട്ടയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി പരിപാടി കാണിച്ചു തരാം കേട്ടോ. വെളുത്തുള്ളി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് ചതയ്ക്കുന്നുണ്ടേ. കോഴിമുട്ട പൊട്ടിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ കോഴിമുട്ട ബീറ്റ് ചെയ്യാൻ പോകും അല്ലേ? ഒരു സ്പൂൺ കുരുമുളക് പൊടി. ഓക്കെ, 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തു. പിന്നെ 1 സ്പൂൺ ഇടിച്ച മുളക്. ഓക്കെ, ചില്ലി ഫ്ലേക്സ് നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. ഓക്കെ, എന്തായി നമ്മുടെ വെളുത്തുള്ളി എന്തായി? ഓക്കെ, അതാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിപാടിയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയുടെ പരിപാടി ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ക്യാപ്സിക്കം നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു, കൊറിയാണ്ടർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഓക്കെ, നമ്മൾ ആദ്യം മുട്ടേനൊന്ന് സ്ക്രാമ്പിൾഡ് എഗ് ആക്കി എടുക്കും കേട്ടോ, ചിക്കി പൊരിച്ചെടുക്കുവേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടേ. ഓക്കെ, അപ്പോൾ ചൂടായി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി കാണിച്ചു തരാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ബട്ടർ ആഡ് ചെയ്തു കേട്ടോ. നമ്മൾ കോഴിമുട്ട ആഡ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയുണ്ടല്ലോ. ഓക്കെ, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, ഈ ഒരു ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവാനുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ നമുക്ക് മാറ്റാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോഴിമുട്ടയുടെ ഇങ്ങനെ ഈ രൂപത്താക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട ചിക്കി പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ മാറ്റിയതിന് ശേഷം ഗ്രേവി ഉണ്ടാക്കുന്ന പ്രോസസ്സിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, നമ്മൾ ബട്ടർ ഗാർലിക്കിന്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ശകലം ഓയിൽ ഇടുന്നു. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേ. അതേമാതിരി സെയിം പീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബട്ടറും കൂടി ആഡ് ചെയ്യും അല്ലേ? കണ്ടോ, നമ്മൾ ഉണ്ടാക്കി വെച്ചതാണേ. ബട്ടർ ആഡ് ചെയ്യണേ. ബട്ടർ ആഡ് ചെയ്തു. എന്നിട്ട് ഇവനൊന്ന് ആയതിനു ശേഷം നമ്മൾ ഗാർലിക്ക് ഫസ്റ്റ് ആഡ് ചെയ്യേണ്ട ഗാർലിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇതായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗാർലിക്കാണ് ഇടുന്നത്. ഓക്കെ, ഈ ഗാർലിക് ഇട്ടിട്ട് അതിൻ്റെ ആ പച്ചമണം പോകാൻ കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്തു കേട്ടോ. ഇതൊന്ന് ബ്രൗൺ ആയിട്ട് നമ്മൾ ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യും. നമ്മുടെ വെളുത്തുള്ളി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്തു.
നമ്മൾ ഈ ക്യാപ്സിക്കം എന്ന് പറയുന്നതേ നമ്മൾ ഇന്ത്യക്കാർ പറയുന്ന ഇംഗ്ലീഷാണ്. അതിൻ്റെ ശരിക്കുള്ള ഇംഗ്ലീഷ് അങ്ങനെ എന്താ അറിയോ? ആ എന്ത് ബെല്ല? കോളിംഗ് ബെല്ലല്ല, അല്ലല്ല, ബെൽ പെപ്പർ. ബെൽ പെപ്പർ, ബെൽ പെപ്പർ എന്നാണ് കേട്ടോ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ ഇംഗ്ലീഷ്. ബെല്ലറിയാം, കോളിംഗ് ബെല്ലല്ല എന്തായാലും. ഓക്കെ, ഇതാ നമ്മൾ ക്യാപ്സിക്കത്തിലേക്ക് കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ടു. ഇടിച്ചമുളക് ഓക്കെ, 1 സ്പൂൺ. ഇടിച്ചമുളക്, നമ്മുടെ ചില്ലി ഫ്ലേക്സും നമ്മൾ 1 സ്പൂൺ ഇട്ടു കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മുട്ടയിൽ മാത്രമേ ഇതുവരെ ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്തും കുറച്ച് ഉപ്പിട്ടു കേട്ടോ. ഇനി ഇതൊന്നായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒന്നുണ്ട്, പാല്. 1 കപ്പ് മാറ്റി വെച്ച പാലാണ്. ഓക്കെ, 1 കപ്പ് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല മണമൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിനെ ഒന്ന് തിക്കാക്കാൻ വേണ്ടി നമ്മൾ 1 ടീസ്പൂൺ, വലിയ ടീസ്പൂണാണ്. ഓക്കെ, അത് നമ്മൾ ഇതെന്താണ് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്തത് കേട്ടോ. ഒരു ടേബിൾ സ്പൂണാ? അല്ല, ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തത്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ ഒത്തിരി ഭയങ്കര ഗ്രേവിയാവും, അതായത് തിക്ക് കൂടും അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്ത് മിൽക്ക് ആഡ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഏത് ലെവലിലാണ് ആയി എടുക്കേണ്ടത് കാണിച്ചു കേട്ടോ നമുക്ക്. ഓക്കെ ഗായ്സ്, ഇതാ നമ്മുടെ ഗ്രേവി ആയിട്ടുണ്ട്. ഇതിന്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഈ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, നമ്മൾ മാറ്റി വെച്ച കോഴിമുട്ട. ഓക്കെ, നമ്മൾ ചിക്കി പൊരിച്ച് വെച്ച കോഴിമുട്ട ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഓക്കെ, ഇനി പിന്നെ നമ്മൾ ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനുണ്ട്, നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് അല്ലേ? ഓക്കെ കേട്ടോ. ഓക്കെ, ഇതാണ് അതിൻ്റെ ആക്ച്വൽ കൺസിസ്റ്റൻസി. വാ വാ വാ, എനിക്ക് ഉണ്ടായി കൊടുത്ത പ്രഭ ഇടയ്ക്കിടയ്ക്ക് ഒരു പറയും കേട്ടോ, ഇത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സിങ് നടത്താൻ പോവുകയാണ്. നമ്മുടെ ഫൈനൽ യമി. ഓക്കെ, നമ്മുടെ സാധനമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ ബട്ടർ ഗാർലിക് കേക്ക്. ഓ മൈ ഗാഡ്, കേട്ടാ നമ്മൾ ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാൻ പോവാണ്. നമ്മൾ കുറച്ച് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടാ? വാവ്, എന്നാൽ തുടങ്ങിയാലോ? എന്നാ മുറിച്ചോളൂ. ഈ ബട്ടർ ഗാർലിക് കേക്ക് നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് ചൂടോടുകൂടി കഴിക്കണം. ഓക്കെ, ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഓക്കെ, ടേസ്റ്റും കാര്യങ്ങളും ചൂടോടെ കഴിക്കണം കേട്ടോ. കാരണം അത് മാത്രമല്ല, കാരണം നമ്മൾ കോൺഫ്ലോറും പാലൊക്കെ ആഡ് ചെയ്തതല്ലേ, കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് ഒരു ഹലുവ പോലെയാവും. അതുകൊണ്ട് നമ്മൾ ചൂടാക്കി അപ്പം തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമാണേ. ഓക്കെ, അപ്പം എന്നാൽ ബ്രെഡ് മുറിച്ചോളൂ, ഞാൻ റെഡിയാണ്. ചെറിയ കഷ്ണം മതി, ബാക്കി ഞാൻ പിന്നെ തിന്നോളാലോ. പിടിച്ചോളൂ. ഞാൻ വരാം. നിങ്ങളുടെ റിയാക്ഷൻ കാണിക്കാം. അടിപൊളിയാ? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടോ. വാ, രക്ഷയാ. അതെ, പ്രത്യേകിച്ച് ഞാൻ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും 100% ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഇത് ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് നഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതെ. ഓക്കെ, അപ്പോൾ രണ്ടാളൊരു ബൈ ബൈ പറഞ്ഞോളൂ. ബൈ ബൈ ഗൈസ്.